ആകാശഗോപുരം. അല്ലയോ ദൈവമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ മേഖലയിൽ സ്വതന്ത്രനായിരിക്കുന്നു. നിനക്ക് വേണ്ടിയുള്ള ആലയങ്ങളല്ല, മനുഷ്യർക്ക് വേണ്ടിയുള്ള പാർപ്പിടങ്ങളാണ് ഇനി മുതൽ ഞാൻ പണിയാൻ പോകുന്നത്. മോഹൻലാലിൻ്റെ അഭിനയ പ്രപഞ്ചത്തിൽ മറ്റൊരു വിസ്മയം കൂടി. ആൽബർട്ട് സാംസൺ തൻ്റെ മേഖലയിൽ വളരെ ഉയരങ്ങൾ കീഴടക്കിയ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ആർക്കിടെക്റ്റ്. വിഖ്യാത ചലച്ചിത്രകാരൻ KP കുമാരൻ രചനയും സംവിധാനവും നിർവഹിച്ച ആകാശഗോപുരത്തിലെ മുഖ്യ കഥാപാത്രം. എൻ്റെ ജീവിതം വ്യർത്ഥമാകുന്നുവെന്ന തോന്നലുണ്ടായപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരു ഭവനം പണിതുയർത്തി. പക്ഷെ ദൈവമേ, നിന്റെ പ്രതികാരം പോലെ ഞാൻ അറിയാതെ എൻ്റെ ഭവനത്തിന് മുകളിൽ ഒരു ഗോപുരം ഉയർന്നു വന്നിരിക്കുന്നു. പ്രശസ്തിയുടെ നെറുകയിൽ കഴിയുന്ന അയാൾ പുതിയ തലമുറയെ വല്ലാതെ ഭയക്കുന്നു. അതെല്ലാം ഹ്യൂമൻ മൈൻഡിലുള്ളൊരു കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇറ്റ്സ് ഹൈലി ഒരു കോംപ്ലക്സും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾ 100% ഹ്യൂമനാണ്. മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളാണ്. ഇത് സ്റ്റോറി ഈസ് അബൌട്ട് ഹിസ് ലസ്റ്റ്, ലവ്, സെക്സ്, ഗ്രീഡിനെസ്. പിന്നെ അയാളെ ഓവർടേക്ക് ചെയ്ത് ആർക്കും വരാൻ പാടില്ല. അയാൾ പുതിയതായിട്ടുള്ള യുവതലമുറയെ ഭയക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരം കോംപ്ലക്സ് ഉള്ള ക്യാരക്ടറാണ്. നോക്ക്, ഞാൻ ആരെയും മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. എൻ്റെ മുന്നിൽ ചില വാതിലുകൾ തുറന്നു കണ്ടു. അയാൾക്ക് മുന്നിൽ തുറന്ന വാതിലുകളിൽ ആദ്യത്തേത് എബ്രഹാമായിരുന്നു. മലയാളത്തിൻ്റെ അഭിമാനമായ ഭരത് ഗോപിയായിരുന്നു എബ്രഹാമിനെ അവതരിപ്പിച്ചത്. നിങ്ങൾ സ്വയം വഴി കണ്ടെത്തി മുന്നോട്ട് പോയി എൻ്റെ ജീവിതം തകർത്തുകൊണ്ട്, എന്നെ മാത്രമല്ല പലരെയും ചവിട്ടി മെതിച്ചുകൊണ്ട്. ഭരത് ഗോപി അവസാനമായി അഭിനയിച്ച് പൂർത്തിയാക്കിയ ചിത്രം കൂടിയാണ് ആകാശഗോപുരം. തൂവിക്കളഞ്ഞ വെള്ളം പോലെ മാത്രം ആൽബർട്ട് സാംസൺ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 20 വർഷം മുമ്പ് ഇവൻ്റെ പ്രായത്തിൽ എന്നെ കാണാൻ വന്നത് ഇതുപോലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. എബ്രഹാമിൻ്റെ മകനും ആൽബർട്ടിൻ്റെ അസിസ്റ്റന്റുമായ അലക്സിനെ മനോജ് K. ജയൻ അനുസ്മരണീയമാക്കുന്നു. മാനസിക സംഘർഷങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് അലക്സ്. സംഘർഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷമായിട്ട് ആൽബർട്ട് സാംസൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ തന്നെ ചേർത്ത് വിട്ടതാണെന്ന് വെച്ചോളൂ. അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഈ അലക്സ് ഒരു വർക്ക് ചെയ്യുന്ന കാണാൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് എനിക്കതൊന്ന് കാണണം, നീ വലിയൊരു ആർക്കിടെക്റ്റായി മാറണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാണണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹമുള്ളൊരു അച്ഛനാണ് എൻ്റെ അച്ഛൻ. ആ പ്ലാനിലൊന്നും ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ. ആ പ്ലാനിനെ കുറിച്ച് ഇനി മിണ്ടരുത്. താങ്കൾ അതൊന്ന് തുറന്നു നോക്കെങ്കിലും ചെയ്തോ? ഞാൻ കണ്ടു. അത് നന്നായിട്ടുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? എനിക്കെന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്? അലക്സ്, എൻ്റെ കൂടെ നിൽക്കൂ. കാദറിനെ വിവാഹം ചെയ്തൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കൂ. മറ്റെന്തും ഞാൻ തരാം, സ്വന്തമായി പണിതുയർത്തുന്നതൊഴികെ. ഈസ് ഇറ്റ് യുവർ ഫൈനൽ വേർഡ്? എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അലക്സ്. എങ്കിൽ ഞാൻ ആ പ്ലാൻ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കോളൂ, അതവിടെ ഉണ്ട്. ആൽബർട്ടിൻ്റെ സെക്രട്ടറിയും എബ്രഹാമിൻ്റെ വളർത്തുപുത്രിയുമായ കാദറിനെ അവതരിപ്പിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. അലക്സുമായുള്ള കാദറിൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. നമ്മൾ ഈ പടത്തിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ലണ്ടനിൽ പ്രിൻസ് എഡ്വേർഡ് ഫോറിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. ഇന്ന് അവിടെ ഒരു ഇറാഖി ഫാമിലിയാണ് താമസിക്കുന്നത്. അത് ഏറ്റവും എക്സ്പെൻസീവ്, എനിക്ക് തോന്നുന്നില്ല മലയാളം ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു, ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ് ലൊക്കേഷനാണ് ഉണ്ടായിരുന്നത്. ബേസിക്കലി ഇത് ലാലേട്ടനും എൻ്റെ വീടാണ് കാണിച്ചിരുന്നത്. അതും നമ്മളെ ലണ്ടനിൽ തേംസ് റിവറിൻ്റെ ബാങ്ക്സിലുണ്ടായിരുന്നു, ബക്കിംഗ്ഹാം പാലസിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ട് ഓഫ് ലൊക്കേഷൻ, ഓർ ഐ വോണ്ട് സേ സിറ്റി ബിക്കോസ് ഇത് ഒരു മതി, ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇമ വെട്ടാതൊഴുകുന്ന ഇംഗ്ലണ്ടിലെ തേംസ് നദിക്കരയിലെ മനോഹരമായ ബംഗ്ലാവ്.
ആൽബർട്ട് ഭാര്യ ആലീസിനോടൊപ്പം ഇവിടെയാണ് കഴിയുന്നത്. ശ്വേതാ മേനോനാണ് ആലീസിനെ അവതരിപ്പിക്കുന്നത്. ഇവരൊരു പാസ്റ്റ് ഉണ്ട്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പം 3 സ്റ്റേജസിലാണ് ഈ പടം നമ്മൾ ഷൂട്ട് ചെയ്തത്. പാസ്റ്റ് പറഞ്ഞാൽ ഷീ മീറ്റ്സ് ദിസ് ബിൽഡർ ആർക്കിടെക്ട് ലാലേട്ടൻ ആൻഡ് ഷീ ഗെറ്റ്സ് മാരിഡ്. അപ്പോൾ ഷീ ലൂസസ് ഹർ കിഡ്സ് ബിക്കോസ് ഓഫ് സർട്ടൻ തിങ്സ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ദെൻ ഷീ ഗോസ് ത്രൂ ദിസ് ഡിപ്രഷൻ. അപ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് സെൻറ്ററിൽ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചർ, ദാറ്റ് മീൻസ് ഒരു സ്ത്രീൻ്റെ ഒരു മനസ്സിലൊരു ഇതുണ്ടാവും, ഒരു ഡ്രീം ഉണ്ടാവും, ഒരു വീടിൻ്റെ പറ്റിയ ഒരു ഭർത്താവ്, കുട്ടികളോ അങ്ങനത്തെ. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ബ്രിട്ടീഷ് പ്രഭുവിന് മലയാളി സ്ത്രീയിൽ ജനിച്ച മകളാണ് ആലീസ്. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും മരണവും ഭർത്താവിൻ്റെ പരിഗണനയില്ലായ്മയും ആലീസിനെ അസ്വസ്ഥയാക്കുന്നു. അതെന്നെ വിട്ടു പോകുന്നില്ല. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാം ശരിയാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിനക്ക് വേണ്ടിയാണ് ആലീസ് ഞാനത് പണിയുന്നത്. മൈ ബെസ്റ്റ് വർക്ക് എവർ. ആലീസിനും ആൽബർട്ടിനുമിടയിൽ ഒരു പാലമായി വർത്തിക്കുന്നത് കുടുംബ ഡോക്ടറായ ഐസക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല സ്ത്രീകളുമായും നിങ്ങൾക്ക് അടുപ്പമുള്ളതായി കേട്ടിട്ടുണ്ട്. കാതറീനും അക്കൂട്ടത്തിൽ ഒരാളാണോ? ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം എല്ലാറ്റിനും സാക്ഷിയുമാണ്. ഭാഗ്യം ഒരു ചക്രം പോലെയല്ലേ ഡോക്ടർ? ഏത് നിമിഷവും ഒരു കറക്കം തീർന്നു. താങ്കളുടെ ഇപ്പോഴത്തെ നിലയിലെത്താൻ ആർക്കാണ് കഴിയുക? അവർക്കത് കഴിയും. ആർക്ക്? പുതിയ തലമുറയ്ക്ക്. ഒരു നിമിഷം കൊണ്ട്. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ആൽബർട്ടിൻ്റെ ജീവിതത്തിൽ കടന്നുവന്ന് കഥയിലെ കേന്ദ്രബിന്ദുവായി മാറുന്ന കഥാപാത്രമാണ് ഹിൽഡ. നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഹിൽഡയെ പുതുമുഖം നിത്യ അവതരിപ്പിക്കുന്നു. എൻ്റെ ക്യാരക്ടർ വന്നിട്ട് ആകാശഗോപുരം. ഇറ്റ്സ് എ ക്യാരക്ടർ ഓഫ് എ വെരി സ്ട്രോങ് ഗേൾ. ഹിൽഡ വന്നിട്ട് അവൾക്ക് ലൈക്ക് കുമാരൻ സർ എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു ദാറ്റ് യു ഹാവ് ടു ആക്ട് ലൈക്ക് ഷീ ഹാസ് നെർവ്സ് ഓഫ് സ്റ്റീൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഹിൽഡ. ഹിൽഡ ഈസ് വെരി ബ്രേവ്. ഹിൽഡയ്ക്ക് വേണ്ടത് അവൾ സാധിക്കും. അവൾക്ക് ഇഫ് ഷീ തിങ്സ് സംതിങ് ബിലോങ്സ് ടു ഹർ, ഷീൽ ഗെറ്റ് ഇറ്റ്. അവൾ വന്നിട്ടൊരു ബാഡ് ക്യാരക്ടർ അല്ല. ആൽബർട്ട് സാംസൺ ഇപ്പോൾ തിരിച്ച് വന്നിട്ട് പറയും നോ നോ നോ, അവൾ പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യും. ഷീ പാക്സ് ഹർ ക്ലോത്ത്സ്, ശരിയില്ല വേണ്ട പറഞ്ഞിട്ട് ഷീ വാണ്ട്സ് ടു ലീവ്. ബട്ട് ആൽബർട്ട് സാംസൺ വന്നിട്ട് പറയും ഇല്ല, ഞാൻ ഐ ഗിവ് യു ദാറ്റ് ആകാശഗോപുരം, ആ ഗോപുരം ഞാൻ കെട്ടിത്തരാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഷീ സ്റ്റേസ് ബാക്ക് അഗൈൻ. സോ ഹിൽഡയുടെ മൈൻഡിൽ ഓൺലി വൺ തിങ്, ഒന്നേ ഉള്ളൂ അവളുടെ മൈൻഡിൽ. ആൽബർട്ട് സാംസൺ ഓർ മോഹൻലാൽ he said that അവൾക്കൊരു ആകാശഗോപുരം കെട്ടിത്തരാന്ന് പറഞ്ഞു. അത് അവൾക്ക് വേണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, എനിക്കത് വേണം. അങ്ങ് വാഗ്ദാനം ചെയ്ത എന്റെ സാമ്രാജ്യം ഇതാ ഇവിടെ. തനിക്ക് ലഭിച്ച വാഗ്ദാനങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യവുമായി വന്ന ഹിൽഡ ആൽബർട്ട് സാംസൺ ഭയക്കുന്ന പുതിയ തലമുറയാണ്. ആൽബർട്ട് സാംസൺ അറിയാം ഒരു ദിവസം ഹിൽഡ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റാണ്, ഒരു സ്ത്രീയായിട്ടല്ല. അവരൊരു യങ്ങർ ജനറേഷൻ്റെ ഒരു വലിയ ഒരു റെവല്യൂഷനാണ്. ആ റെവല്യൂഷൻ വരികയും എന്നെ അതിൽ മുക്കിക്കൊല്ലുകയും അവരെന്നെ കടന്നു പോകുകയും ഒക്കെ ചെയ്യുന്ന അറിയാം. അപ്പോൾ അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകളെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. വളരെ കൗശലമായ പെരുമാറ്റത്തിലൂടെ ആൽബർട്ട് സാംസനെ പുതിയ വഴിത്തിരിവുകളിലൂടെ നയിക്കുകയാണ് ഹിൽഡ. വർഷം കഴിഞ്ഞു വരുമെന്നും ഒരു ഗന്ധർവനെ പോലെ എന്നെയും കൊണ്ട് പറന്നു പോകുമെന്നും അങ്ങ് പറഞ്ഞു. ഏതോ വിദൂര ദേശത്തേക്ക്